മണിപ്പൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ട് ഇന്ന് ഒരു വർഷം. വ്യത്യസ്ത രീതിയിൽ പരിപാടികൾ സംഘടിപ്പിക്കാൻ കുക്കി മെയ്തി സംഘടനകൾ തീരുമാനിച്ചു. കുക്കി വിഭാഗം ഇന്ന് മരിച്ചുപോയവരുടെ ഓർമ്മയുടെയും ഉണർവിന്റെയും ദിനമായി ആചരിക്കും. എന്നാൽ അനധികൃത കുടിയേറ്റക്കാർ അവരുടെ ആക്രമണം ആരംഭിച്ച ദിവസം എന്ന തരത്തിലാണ് തങ്ങൾ ആചരിക്കുന്നതെന്ന് മെയ്തി സംഘടനകൾ അറിയിച്ചു. മെയ്തി സായുധ ഗ്രൂപ്പുകളായ അരംബായ് ടൊങ്കോളും UNLF-ഉം ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കുക്കി ആധിപത്യമുള്ള ചുരാചന്ദ്പൂർ ജില്ലയിൽ മെയ്തി വംശീയ ശുദ്ധീകരണം എന്ന പേരിൽ ഒരു പരിപാടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പള്ളികളിൽ പ്രാർത്ഥനയും ശുശ്രൂഷകളും കൊല്ലപ്പെട്ടവർക്ക് പുഷ്പാഞ്ജലിയും നൽകും. മെയ്തി വിഭാഗത്തിലുള്ളവരെ സംഭരണ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ച മണിപ്പൂർ കോടതി ഉത്തരവിനെ തുടർന്ന് 2023 മെയ് 3-നാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതുവരെ 200-ലധികം ആളുകളുടെ ജീവൻ അപഹരിച്ചു. ആയിരക്കണക്കിന് പേർക്ക് പരിക്കേറ്റു. ആയിരങ്ങൾ പലായനം ചെയ്യുകയോ ഭവനരഹിതരാകുകയോ ചെയ്തു. കിഴക്കിന്റെ രത്നം എന്നറിയപ്പെടുന്ന മണിപ്പൂരിൽ പൊട്ടിപ്പുറപ്പെട്ട വംശീയ കലാപത്തിന്റെ കനൽ ഇന്നും കെട്ടടങ്ങിയിട്ടില്ല. 2023 മെയ് 3-നാണ് ഭൂരിപക്ഷ സമുദായമായ മെയ്തികളും ഗോത്രവിഭാഗക്കാരായ കുക്കികളും തമ്മിൽ സംഘർഷം ആരംഭിച്ചത്. മെയ്തി വിഭാഗക്കാരെ പട്ടികവർഗ പദവിയിൽ ഉൾപ്പെടുത്തുവാനുള്ള മണിപ്പൂർ ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ കുക്കി വിഭാഗക്കാർ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചാണ് കലാപത്തിന്റെ തുടക്കം. പിന്നെ രാജ്യം സാക്ഷിയായത് ഏറ്റവും ദൈർഘ്യമേറിയ കലാപത്തിന്റെ നാളുകൾ. 2000-ഓളം പേർക്കാണ് പരിക്കേറ്റത്. സ്ത്രീകൾ കൂട്ടബലാത്സംഗത്തിനിരകളായി. 1000-ഓളം വീടുകൾ കത്തിനശിച്ചു. ക്രൈസ്തവ ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കപ്പെട്ടു. സ്ത്രീകളും പിഞ്ചു കുഞ്ഞുങ്ങളുമായി അഭയാർത്ഥി ക്യാമ്പുകൾ നിറഞ്ഞു. ചുരാചന്ദ്പൂരിൽ സ്ത്രീകളെ ജനം കൂട്ടമായി നഗ്നരാക്കി ലൈംഗിക അതിക്രമത്തിന് ഇരകളാക്കിയത് രാജ്യത്തിന്റെ നൊമ്പരമായി. രാജ്യത്തുടനീളം പ്രതിഷേധങ്ങൾ അലയടിച്ചു. മെയ്തി ഭാഗത്തെ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് പരസ്യമായി പിന്തുണച്ചത് കലാപത്തിന്റെ ആക്കം കൂട്ടി. കലാപത്തിന്റെ കാരണമായ വിധിയിൽ മണിപ്പൂർ ഹൈക്കോടതി ഭേദഗതി വരുത്തിയെങ്കിലും അപ്പോഴേക്കും 2 വിഭാഗങ്ങളായ സംസ്ഥാനം വിഭജിക്കപ്പെട്ടു. മെയ്തികൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ കുക്കികൾക്കും, കുക്കികൾക്ക് സ്വാധീനമുള്ള മേഖലയിൽ മെയ്തികൾക്കും പ്രവേശനം നിഷേധിച്ചു. സമ്പൂർണ്ണ ക്രമസമാധാനം തകർന്ന സംസ്ഥാനം അരാജകത്വത്തിലേക്ക് നീങ്ങി. പോലീസ് ക്യാമ്പുകളിൽ നിന്ന് ആയുധങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. സൈന്യത്തെ ജനം നേരിട്ടു. ജീവൻ കയ്യിൽ പിടിച്ച് മനുഷ്യൻ പലയിടങ്ങളിലേക്ക് പലായനം ചെയ്തു. സമാധാനമെന്ന് പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് ഭരണകർത്താക്കൾക്ക് നേരെ മണിപ്പൂർ ജനത ഇന്നും ചോദിക്കുന്നു. മെയ്തി വിഭാഗത്തിലുള്ളവരെ പട്ടികവർഗത്തിൽപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ച മണിപ്പൂർ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നുള്ള പ്രക്ഷോഭമാണ് സംസ്ഥാനത്തെ വംശീയ കലാപത്തിലേക്ക് നയിച്ചത്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മണിപ്പൂർ. ഏകദേശം ജനസംഖ്യ 34 ലക്ഷത്തോളം വരും. മെയ്തി, കുക്കി, നാഗ എന്നീ വംശങ്ങളിൽപ്പെട്ടവരാണ് ബഹുഭൂരിപക്ഷം മണിപ്പൂരികളും. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മെയ്തികളാണ് പ്രബലർ. അവർ മൊത്തം ജനസംഖ്യയുടെ 53% വരും. സംസ്ഥാന വിസ്തൃതിയുടെ 10% ഉൾക്കൊള്ളുന്നതും മണിപ്പൂരിന്റെ തലസ്ഥാനവുമായ ഇംഫാലിലെ താഴ്വരകളിലാണ് മെയ്തികൾ വസിക്കുന്നത്. കുക്കികളും നാഗകളും പ്രധാനമായും ക്രിസ്ത്യൻ മതവിശ്വാസികളാണ്. മലയോര മേഖലകളാണ് ഇവരുടെ തട്ടകം. കുക്കികൾ ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽപ്പെട്ടവരാണ്. മ്യാൻമാറിലെ ചിൻ ഗോത്രവിഭാഗങ്ങളുമായി പാരമ്പര്യ ബന്ധം പുലർത്തുന്നവർ കൂടിയാണ് കുക്കികൾ. ഓൾ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് മണിപ്പൂർ 2023 മെയ് 3-ന് സംഘടിപ്പിച്ച ഗോത്ര ഐക്യദാർഢ്യ മാർച്ചാണ് ഇപ്പോൾ ആളിക്കത്തുന്ന മെയ്തി കുക്കി വംശീയ കലാപത്തിന് തുടക്കമിടുന്നത്. മെയ്തികളെ ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുവാനുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു മാർച്ച്. ആംഗ്ലോ കുക്കി യുദ്ധസ്മാരകത്തിന്റെ ഗേറ്റ് തകർക്കപ്പെട്ടതോടെ മാർച്ച് ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് തിരിഞ്ഞു. ഇന്നിപ്പോൾ മണിപ്പൂരിനെ രക്തരൂക്ഷിത വംശകലാപത്തിന്റെ പടിയിലാക്കി. ജൂലൈ 12 വരെ കുറഞ്ഞത് 142 മനുഷ്യർ കൊല്ലപ്പെടുകയും 54,000 പേർ അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യാൻ നിർബന്ധിതരാവുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.